ലീഗ് എന്ന് പറഞ്ഞാൽ കുറച്ച് ക്രെഡിബിലിറ്റി ഉള്ള പാർട്ടിയാണ്. ഉപമുഖ്യമന്ത്രി പദം ഞാൻ വളരെ കൃത്യമായി പറഞ്ഞു, അത് ലീഗിലേക്ക് തന്നതാ. ഇനി ചോദിച്ചു വാങ്ങേണ്ടതില്ല. ലീഡർഷിപ്പ് പറഞ്ഞു പൂർത്തിയാക്കട്ടെ അഭിലാഷ്, പറഞ്ഞു പൂർത്തിയാക്കട്ടെ. നിങ്ങളെ ഇല്ലല്ല ഞാൻ അല്ല, അഭിലാഷിന്റെ ചോദ്യത്തിന് ഒരു മുനുണ്ട്, ആ മുനയിലേക്ക് ഞാൻ വരും. അതിന് മുമ്പ് നിങ്ങൾ പിന്നെ തർക്കം ഉണ്ടാക്കല്ലേ. അതായത് ലീഗിനെ നിങ്ങൾ ഈ മറ്റു ഈ വക്ക് പൊട്ടിയ കണ പൊട്ടിയ പാർട്ടികളെ കൂടെ നിങ്ങൾ ലീഗിനെ എണ്ണരുത്. ലീഗ് എടുക്കേണ്ടത് എടുക്കൂ. പിന്നെ ജേക്കബ് ജോർജ് സാർ ഒരു വാക്ക് പറഞ്ഞു, 5ാം മന്ത്രി. എന്താ 5 മന്ത്രി? ഈ 5 മുസ്ലിം ലീഗിന്റെ ഒരു മന്ത്രി കൂടി എന്താ ഇവിടെ കുഴപ്പം വരാൻ പോകുന്നത്? UDF മിനിസ്ട്രിയിൽ മറ്റു ഇതര കമ്മ്യൂണിറ്റിയിൽ വന്ന മന്ത്രിമാരുടെ എണ്ണം നിങ്ങൾക്കറിയല്ലോ. ലീഗ് അതും വെച്ച് എന്തേ കുഴപ്പമുണ്ടാക്കാറുണ്ടോ? ഇപ്പൊ ചോദിക്കട്ടെ, ഇടതുപക്ഷ മന്ത്രിസഭയിൽ ആരാള്? ഒരു മുസ്ലിങ്ങൾക്ക് എത്ര മന്ത്രിയാള്? ഏതെങ്കിലും മുസ്ലിം മതസംഘടനകളോ ലീഗോ അതൊരു വിഷയമാക്കി എടുത്തിട്ടുണ്ടോ? ഞങ്ങൾ ഈ മതത്തിന്റെ ദർപ്പണം വെച്ച് രാഷ്ട്രീയത്തെ കൂട്ടിക്കൊടുക്കാറില്ല, മനസ്സിലാക്കണം. അപ്പൊ അതുകൊണ്ട് ഈ 5ാം മന്ത്രി എന്നൊക്കെ ഈ പഴകി പൊളിച്ച ഈ സാധനം ഉണ്ടല്ലോ, ഈ തത്തമേ പൂച്ച അത് ജേക്കബ് ജോർജ് സാർ ഒന്ന് നിർത്തി. ഇനി അത് കുഴപ്പമുണ്ട്, ആർക്കും കുഴപ്പമുണ്ടാക്കി എല്ലാ ഈ 2 ഗവൺമെന്റ് വരുമ്പോൾ ഒരു കുഴപ്പമുണ്ടായില്ല. ലീഗ് 5 എണ്ണല്ല 10 എണ്ണത്തിന് അർഹത ഉണ്ട്. ലീഗ് അങ്ങനെ വാങ്ങാറില്ല. ലോക്സഭാ സീറ്റ്, ലോക്സഭയിൽ CPI മത്സരിക്കുന്ന സീറ്റിൽ പോലും CPI മത്സരിക്കുന്ന സീറ്റുകളുടെ എണ്ണം പോലും ലീഗിന് കിട്ടാറില്ല. ലീഗ് എന്താ പരിഭവപ്പെടാറുണ്ടോ? കലഹം ഉണ്ടാക്കാറുണ്ടോ? ഒരു മുന്നണിയിൽ ഒരു പാർട്ടി എങ്ങനെ നിൽക്കണം എന്നുള്ളത് ലീഗിന് കണ്ട് പഠിക്കണം എല്ലാവരും.